ശരി ചേട്ടാ, പഴയ ഒരു കൊല്ലംകോടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൊല്ലംകോടും തമ്മിലുള്ള എന്താണ് വ്യത്യാസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇപ്പോൾ പഴയ കാലത്ത് ഇത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരുപാട് വ്യത്യാസം കൊല്ലംകോട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരാള് ഒമാനിൽ നിന്നില്ലേ ഇവിടെ ചാവടിച്ചു പോയി. അത് ഷൂട്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയിട്ടുണ്ടാവില്ല. ഒമാനിൽ മാത്രമല്ല, ഇപ്പൊ അമേരിക്കയിലെ അവരും വരുന്നുണ്ട്, വന്നു പോയി. പിന്നെ ജപ്പാൻ, നേപ്പാള്, എന്താ ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, ഇതൊക്കെ ഇങ്ങനെ കേരളത്തിൽ വരുമ്പോ അവർ ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് ചാവടിച്ചിട്ട് എല്ലാവരും മടങ്ങുന്നത് അല്ലേ? എന്താ ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീടില്ലേ, ഈ ഒരു വീട് ഉണ്ടാക്കിയത് ഫുള്ള് കരിമ്പനയുടെ ഓല കൊണ്ടാണ് അല്ലേ? നമ്മൾ ഈ നമ്മുടെ അവിടെ തെങ്ങിന്റെ ഓല കൊണ്ടൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഫുള്ള് കരിമ്പന കൊണ്ട് ഉണ്ടാക്കിയാണ് അല്ലേ? ഇത് എത്ര ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വീട്? വീട് തന്നെ അല്ലേ? ഇത് തന്നെ. ഈ വീടിന്റെ പഴക്കം പറയുകയാണെങ്കിൽ ഒരു 65 വർഷം മേലെ പഴക്കമുള്ള പല വർഷം മാറ്റാറാണ് പതിവ്. അത് ശരി. ഇതൊക്കെ വെറും മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ചുമരാണ് അല്ലേ? ചെല്ലഞ്ചേട്ടന്റെ വീടും അതുപോലെ തന്നെ ചായക്കട കിട്ടോ. ഇവിടെ ചെല്ലഞ്ചേട്ടാ ഇങ്ങനെ 2-3 ഹോളുകൾ കാണില്ല. ഇവിടെ നോക്കി നോക്ക്. ഇതെന്താ നമുക്ക് ചെറിയ ജനല് പോലെ അത് ഇങ്ങനെ ഒഴിവ് വിടണമെന്നാണ് പഴയ കാലത്തെ വായുസഞ്ചാരം അതിന് വേണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ പുക പോകാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതും അടുപ്പ് തന്നെയാണോ? അവിടെ അടുപ്പാണ്. ഇഡ്ഡലി ദോശയൊക്കെ ചുട്ടുന്നത് അവിടെയാണ്. അത് ശരി. വിറക് അടുപ്പിലാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതുവഴിയാണ് ഇപ്പൊ കൂടുതലും നമ്മുടെ സഞ്ചാരികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി പോയാൽ എന്താ മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ളത്? 1 കിലോമീറ്റർ പോയി അവിടെ ഒരു പാറമേലെ കളമുണ്ട്, പഴയ കാലത്തെ കളം. നെല്ല് കൂട്ടി വെക്കുന്ന, കൃഷിക്കാരന് നെല്ല് കൂട്ടി വെക്കുന്ന കളം. അങ്ങനെ ഒരു കളം ഉണ്ട്. പിന്നെ പപ്പായത്തോട്ടം, പാടം ഒക്കെ ഉണ്ട്. 1 കിലോമീറ്ററാണ്. നല്ല സ്ഥലമാണ്, കുഴപ്പമില്ല. അതല്ലേ? എങ്ങനെയാണ് ഈ ഒരു ചെല്ലഞ്ചേട്ടന്റെ കട ഇത്രയും ഫേമസ് ആവാനുള്ള കാര്യം? കാര്യം പറഞ്ഞാൽ ഇതിപ്പോ പിന്നെ കൊറോണ ഇല്ലേ, കൊറോണ വരുന്നതിന്റെ മുന്നേ തൃശ്ശൂരിലെ ഒരു പെൺകുട്ടി ആൺകുട്ടിയും കൂടിയിട്ട് വന്ന് അവർ ക്യാമറ ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു. അവർ ക്യാമറ വെച്ചിട്ട് കാതിലേക്ക് മൈക്ക് വയ്ക്കാൻ പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞു. അവര് സംസാരിച്ചു പോയി. അവരാണ് അത് ഫസ്റ്റില് ഇങ്ങനെ പുറത്തേക്ക് അറിയിച്ചത് അല്ലേ? അതിനുശേഷം പിന്നെ ഇങ്ങനെ സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നു. വരുന്നതിന് പിന്നെ എല്ലാ ന്യൂസുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ അതിൽ നിന്ന് എന്താണ് നമുക്ക് ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് ഇപ്പൊ കൊല്ലംകോടിന്? പഴയ ഒരു കൊല്ലംകോടും പുതിയൊരു കൊല്ലംകോടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇപ്പൊ ചേട്ടന് കാണാൻ പറ്റുന്നത്? കൊല്ലംകോട് ഇപ്പൊ നല്ല ഒരു മാറ്റമായിട്ടുണ്ട് അല്ലേ? കൊല്ലംകോട് പഞ്ചായത്ത് കൂടി വന്നല്ലോ. 10 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തായിട്ട് കൊല്ലംകോട് വന്നു. മുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ 4 മാസമായിട്ടാണ് കൊല്ലംകോട് പഞ്ചായത്ത് വന്നിട്ടുള്ളത് അല്ലേ? അതും കൂടി വന്നപ്പോ കുറച്ച് നല്ല തിരക്ക് ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. നല്ലോണം കൂടി. ഇനി ഇപ്പോ നമ്മളെ വരുന്ന വഴിക്കൊക്കെ മുമ്പ് പല കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വീടിന്റെ പുറത്തേക്ക് ഇറക്കി എടുത്തിട്ടും ഷീറ്റിലും അതുപോലെ തന്നെ കോൺക്രീറ്റും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ചേട്ടൻ അതിനെ പറ്റി പറയാനുള്ളത്? അപ്പൊ ആ പഴയ കൊല്ലംകോടിന്റെ തനിമ പോവോ? ഇല്ല, പോവില്ല. കാരണം എന്താ അറിയോ, ഷീറ്റ് മറ്റേ ഈ ഓലയാണ് ഇപ്പോഴും വെച്ചിട്ട് ഇപ്പൊ കൂടുതലും കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പഴയ കാലത്തെ ഇതും കൂടി ഇപ്പൊ വീണ്ടും തിരിച്ചു വരണം പറഞ്ഞിട്ടാണ് ചില കടകളൊക്കെ പിന്നെ ഓല കൊണ്ട്. അപ്പൊ ഒരുവിധമൊക്കെ ആളുകൾ ഓല കൊണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആളുകള് ബിൽഡിംഗ് ഒക്കെ കെട്ടിയിട്ട് ഫ്ലാറ്റ് ഒക്കെ കെട്ടുന്ന ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ കൊല്ലംകോടിന്റെ ആ ഒരു ഭംഗി പോകില്ലേ? ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ഫ്ലാറ്റ് എന്താ വന്നിട്ടുള്ളൂ ഇവിടെ. അതെ അല്ലേ? ഇനിമേൽ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതെ, കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വരും. ഇപ്പൊ നല്ല ഒരു ഇതാണ്. എന്നാലും ഈ ഒരു ഗ്രാമീണ ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? എല്ലാ ഭാഗത്തിനും വരാൻ തുടങ്ങിയല്ലോ ഇവിടെ. അതല്ലേ? പിന്നെ കർണാടകം, തമിഴ്നാടൊക്കെ വരാൻ തുടങ്ങി. ആൾക്കാർ ഇപ്പം നമുക്ക് ഈ ആൾക്കാരിനെയൊക്കെ വരുന്നവരിനെ കാണാൻ പറ്റുന്നത് തന്നെ വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ ഒരിക്കലും കാണാൻ പറ്റാത്ത ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നല്ലേ? ഇത് എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും വരും. ഇന്നിപ്പോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഹോളിഡേ ദിവസമൊന്നുമല്ല, എല്ലാത്ത ദിവസവും ആളുകൾ ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. അത് ശരി. തിരക്ക് കമ്മിയാണെങ്കിലും വന്നും പോയിക്കൊണ്ടേയിരിക്കും. അത് ശരി. ആളുകളോട് വന്നിട്ട് താമസിക്കുന്നുണ്ടോ? ചിലവർ താമസിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. കൊല്ലംകോട് അല്ലെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ റൂമുകളുണ്ട്. അവിടെ ഇരുന്നിട്ട് സ്ഥലങ്ങൾ ഇപ്പം വൈകി വരുന്നവർ വെച്ച് രാത്രി അവിടെ ഇരിക്കും. ഇരുന്നിട്ട് വലിയ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ വരുന്നുള്ളത്? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളെന്നെ അറിയാതെ അങ്ങനെ ആയിപ്പോയി. അല്ല, അത് പറയാ പറഞ്ഞല്ലേ, ഇതിപ്പോ ഇങ്ങനെ നിലനിർത്തണി തന്നെ നല്ല ഇതുണ്ട്. എന്താ അറിയോ, ഒരു വർഷം ഈ ഓല മാറ്റണം. ഓല മാറ്റുമ്പോൾ നമുക്ക് പഴയ കാലം മാതിരിയല്ല.
ഇപ്പോൾ അറിയുന്ന കുട്ടികൾ വന്നാൽ 2-3 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമ്പോൾ അവർ പറയുന്ന പൈസ കൊടുക്കും. ശരിക്കും നമുക്ക് നല്ലൊരു ചിലവ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? എന്നാലും നമുക്ക് പട്ടകളൊക്കെ ഇവിടെ ഒരുപാട് കിട്ടാണ്ടല്ലോ. കരിമ്പനകളുടെ ഒരു നാടാണല്ലോ നമ്മുടെ പാലക്കാട്. പട്ട കിട്ടുകയാണെങ്കിലും കൂടുതൽ ചിലവുകൾ വരുന്നത് കൊണ്ട് ഇത്തിരി പ്രശ്നം, ഒരു ചെലവ് വരുന്നുണ്ട്, നല്ല ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ അങ്ങനെ തന്നെ ചിലവ് വന്നാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ നിൽക്കട്ടെ, നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഒരുപാട് ആളുകൾ ഓടിലേക്കും കോൺക്രീറ്റിലേക്കൊക്കെ പോയാലും നമ്മുടെ ആ ഒരു പഴയ തനിമ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ചേട്ടന് ഇപ്പോഴും ഓലകളും പട്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കണത് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ, നമ്മുടെ ഈ ഒരു ഗ്രാമീണ ഭംഗി നിലനിൽക്കട്ടെ എന്ന് ഞാൻ നിലനിൽക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ.